ഹായ് ഗായ്സ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്താണ് ആ സ്പെഷ്യൽ ഫുഡിന്റെ പേര് പറയൂ? വെട്ടി കേക്ക്. വാവ്. അതിനുവേണ്ടി നമ്മൾ കുറെ മുട്ടയൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. 1 കിലോ മൈദയ്ക്ക് 12 മുട്ട. 1 കിലോ മൈദയ്ക്ക് 12 മുട്ട. നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പം മുട്ടയിലാണോ ഇത് ഫുൾ? ഇതിന്റെ ഓക്കെ, പൊട്ടിച്ചുകൊണ്ടിരിക്കണം. 16 മുട്ട ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 16 മുട്ട. അപ്പൊ എത്ര? 2 കിലോയുടെയോ? 1.5 കിലോ. 1.5 കിലോ ഏത് മാവാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞോളൂ. മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത്. മൈദാമാവ് 1.5 കിലോ. മൈദയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് റവ കൂടെ ചേർക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ക്രിസ്പിയൊക്കെ ആയിട്ടിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി മൈദയൊക്കെ ഉപയോഗിക്കാം. അതിനു വേണ്ടി ഈ മിക്സിയിലോട്ട് മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ടക്കകത്തോട്ട് അല്പം സോഡാപ്പൊടി. ഇനി സോഡാപ്പൊടി ഇടുന്നു. ഏലക്ക അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നല്ല ടേസ്റ്റ് കിട്ടും, മണം കിട്ടും. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഏലക്ക. ആദ്യം മുട്ട, പിന്നെ ഇച്ചിരി സോഡാപ്പൊടി, ഏലക്ക ഇട്ടിട്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ്. ഓക്കെ, ലേശം ഉപ്പ്. അത് എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ മധുരമാണെങ്കിലും പായസമാണെങ്കിലും ഇച്ചിരി ഉപ്പിടുന്നത് നല്ലതാണ്. ബാലൻസ്. പിന്നെ മഞ്ഞപ്പൊടി കളർ കിട്ടാൻ അല്ലേ? അല്പം കളർ കിട്ടാൻ അല്പം മഞ്ഞപ്പൊടി. ഓക്കെ. പിന്നെ 1 കിലോ മാവിന് 1/4 കിലോ പഞ്ചസാര. അപ്പം എത്ര ഇടണം ഇതിന്? ഉദ്ദേശത്തിലങ്ങ് ഇടുക. മതി. ഓക്കെ, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ കടകളിലൊക്കെ പോയി വളരെ വില കൊടുത്ത് മേടിക്കുന്നതാണ്. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് നമുക്ക് വൈകിട്ടും രാവിലെയൊക്കെ കഴിക്കാൻ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ വെളിയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പാക്കറ്റ് പെട്ടിയേക്ക് മേടിച്ചു തരണമെന്ന് പറഞ്ഞു. എന്തിനാ മേടിക്കുന്നത്, നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു കുക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. മിക്സി ഈ പറഞ്ഞത് ബ്ലൈൻഡ് ചെയ്ത് പാത്രത്തിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ അല്പം റവ ഇടുന്നു. ഓക്കെ, റവ ഇടുകയാണ്. നമ്മളൊരു 1/2 കിലോളം റവ ഇട്ടു ഇതിനകത്ത്. ഓക്കെ, ബാക്കി കുറേശ്ശെ മൈദ ഇട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നു. ഓക്കെ, കുറേശ്ശെ മൈദ ഇട്ടാണ് ഇറക്കുന്നത്. ഓക്കെ, റവ 1/2 കിലോളം ഇട്ടു. അതിനുശേഷം കുറേശ്ശെ മൈദ ഇട്ടിട്ട് ഇളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അഗ്രാറ്റ ആണ്. ഞങ്ങളുടെ മകളാണ്, സഹായിക്കാൻ വന്നാണ്. ഇഷ്ടമാണോ വീട്ടിൽ? ആണോ? ഇങ്ങനെ അപ്പനെ സഹായിക്കുന്ന മകൾ. ഗൈസ് 1.5 കിലോ മൈദ ഇട്ടു, 1/2 കിലോ റവ ഇട്ടു,
എത്ര മുട്ട ഇട്ടു? ആ, ഈ ഇയാൾ പറയുന്നത് എന്നെ നേരത്തെ അറിയാമെന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ മെയിൻ വ്ളോഗർ. ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ആളാണ്. അതെ, ഇതാണ് ആദ്യമായിട്ടാണ് വരുന്ന ഒരാളാണിത്. അത് ഏറ്റവും നല്ലൊരു നല്ലൊരു ഡിഷസുമായിട്ടാണ് വരുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാം. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൂടിയെങ്കിൽ ഇനിയും നല്ല അടിപൊളി വെറൈറ്റി ഫുഡ് വരുന്നതായിരിക്കും. ശകലം എണ്ണ ഒഴിച്ചു മയം കിട്ടാൻ വേണ്ടി. സോഫ്റ്റ് അധികം വേണ്ട. 2 ടീസ്പൂൺ 2 സ്പൂണ്. വളരെ ശക്തിയേറിയ തീർച്ചയായിട്ടും ടേസ്റ്റ് നോക്കാൻ വിളിക്കുന്നതായിരിക്കും. ടേസ്റ്റ് നോക്കാൻ വിളിക്കും. കാരണം കുറച്ച് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇച്ചിരി ലിക്വിഡ് ഫീൽ ആയപ്പോൾ നിങ്ങൾ ഇത് കുഴയ്ക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. Helping each other is best thing. Is satisfying. Yes. What do you say? Helping others is happiest thing ever Yes. in this world. Yeah. Special parents-ന്. So, especially. We will help. പാകത്തിന് മൈദയൊക്കെ ഇട്ട് അതിങ്ങനെ നല്ല മയത്തിന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഇച്ചിരി ശകലം ഹാർഡ് വർക്കാണ് ഇതിന് ചെയ്യാൻ. എന്നാലും കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഹാർഡ് വർക്കെല്ലാം ഒന്ന് ടേസ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ കണ്ടോ നല്ല മയമായി. കണ്ടോ ഇങ്ങനെ ശകലം കയ്യെ പിടിക്കാതിരിക്കാൻ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഗൈസ് ഉണ്ടാക്കാം. എണ്ണ മെഴുക്ക് കയ്യിലോട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുക്കണം. നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് നെയ്യ് ഉപയോഗിക്കാൻ, ടേസ്റ്റ് കൂടും. അതെ, നെയ്യൊക്കെ ഓപ്ഷനാണ്. ഇങ്ങനെയാണ് ഈ ഒരു നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എത്ര കുഴക്കുന്നോ അത്രയ്ക്ക് സോഫ്റ്റ് ആവും. ആവും. ഇത് കുഴച്ച് വെക്കണമെന്നുള്ള വല്ല ഇതുണ്ടോ? കുഴച്ച് വെക്കണ്ട, നമുക്ക് അന്നേരം തന്നെ ഇത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഇടുന്നത്. ഓക്കെ. പ്ലാറ്റ്ഫോമിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതിന്റെ മുകളിലോട്ട് അങ്ങ് ഇടണം. ഇങ്ങനെ അങ്ങ് നല്ല സോഫ്റ്റാക്കി ഇങ്ങനെ എടുക്കണം. പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ ഇങ്ങനെ കുഴച്ച് ആരോഗ്യമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. ഇങ്ങനെ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം. അല്പം പ്ലാറ്റ്ഫോമിൽ അല്പം എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് ഈ സാധനത്തിനെടുത്ത് മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് പരത്തണം. കൈ കൊണ്ടല്ല, ഇങ്ങനെ ആദ്യമായിട്ട് ഇതിനെ കൈ കൊണ്ട് പരത്തുന്നതിനുള്ളൂ. ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കുഴയ്ക്കുന്ന അല്ലെങ്കിൽ കുപ്പിയോ ഈ നീളമുള്ള കുപ്പി അതാണേലും മതി.
ചപ്പാത്തിയുടെ ഈ പലക വെച്ച് ഒരേ കനത്തിൽ വേണം വെക്കാൻ. ഒരേ കനത്തിൽ ഇങ്ങനെ അങ്ങ് ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടി ഒരേ കനമാക്കണം. എന്താ മനസ്സിലായി? കണ്ടോ? അതെ, ഇപ്പം കാണുന്ന നമ്മുടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ അതെ. ഇങ്ങനെ ഒരേ കനത്തിലാക്കി എടുക്കുക. ഗൈസ്, ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരേ കനത്തിലും ഇതിലും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യാൻ പോവാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ കണ്ടോ? ഇനി ഇത് ലാസ്റ്റ് ഫൈനൽ ഈ ഒരു ഇതിലാണ്. ഇത് നമ്മളിപ്പോൾ എത്ര എടുത്താൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 നമ്മൾ ഇപ്പോൾ ഇത്രയും 2 കിലോ കുഴച്ചതിൽ 61 പീസ് കിട്ടി. 61 കേക്ക്. അപ്പോൾ എത്ര പാക്കറ്റ്? ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിലോ? അതെ. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് കഴിക്കാം. ഇവിടെ എണ്ണ തിളയ്ക്കാനായിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ സെൻട്രലൊരു കട്ട് ഇങ്ങനെ ഓക്കെ, ഇങ്ങനെയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ആണെങ്കിൽ പൂവല്ലേ വരുന്നത്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, അടുത്തത് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുന്നു. ഓക്കെ. കണ്ടോ, പൂവോലൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് ഗായ്സ്. ഓ, നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് നിങ്ങൾക്കതിൻ്റെ
ഗായ്സ് ഇവിടെ ലൈറ്റ് പോയി, കറണ്ട് പോയത് കാരണം കൊണ്ട് വേറൊരു മൊബൈലിൽ നിന്ന് ലൈറ്റ് പോയത് കാരണം വെട്ടത്തിൻ്റെ ഒരു സഡൻലി അങ്ങനെ ഒരു സംഭവമുണ്ടായി. എന്താണ് ഫുഡിന് കളറായിട്ടൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ മഞ്ഞപ്പൊടി മാത്രമാണ് ഉപയോഗിച്ചത്. വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഒരല്പം കളർ കുറവ് വന്നത്. വലിയ കളർ കുറവൊന്നുമില്ല, എന്നാലും നല്ല സൂപ്പർ ഡൂപ്പർ ആയിരിക്കുന്നു ഗൈസ്. നിങ്ങളിത് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല ടേസ്റ്റി ഐറ്റംസ് ഞങ്ങൾ ഫുഡുകൾ ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നതായിരിക്കും. 1 മണിക്കൂർ കൊണ്ട് 10-60 വെട്ടുകേക്ക്. അതെ, 60 വെട്ടുകേക്കായി. ഗൈസ് ലൈറ്റ് വന്നു, അതുകൊണ്ട് നമുക്ക് കുക്കിനെ ഒന്ന് കാണിക്കാം. ഹായ് കുക്ക്. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതിന്റെ ഒരു ഫസ്റ്റ് ആദ്യമായിട്ടാണ്. കണ്ടോ, നല്ല അടിപൊളി സോഫ്റ്റ്. മുറിക്കണോ? മുറിച്ച് കാണിച്ചോ. ചൂട് മാറട്ടെ എന്നിട്ട് മുറിച്ച് കാണിക്കാം. ഭയങ്കര ചൂടാണ്. ഇത് എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ഇതൊക്കെ സ്വന്തം ഐഡിയ പഠിച്ചതാണോ? ഒരു മനുഷ്യര് പഠിപ്പിച്ചതല്ല. താങ്കൾക്ക് നല്ല ബുദ്ധിയാണോ? കുക്കിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധി. അത് ശരി. അങ്ങനെ ഗൈസ് സൂപ്പർ കേക്ക് ഇവിടെ റെഡിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ ഞങ്ങൾ ഉണ്ടാക്കി തരാം കേട്ടോ. ഞാനല്ല, എന്റെ കെട്ടിയവൻ. അതെ, മൈ ഹസ്ബൻഡ്. സൂപ്പർ വെട്ടി കേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇതുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇനിയും ഉണ്ടാക്കാൻ ബാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ വെട്ട് കേക്ക്. ഇത് ടേസ്റ്റ് നോക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നു. അഗ്രത്തെ വിളിക്കൂ. ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ അത് മുറിച്ചിട്ട് ഇതിങ്ങനെ മുറിക്കേ. ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടാക്കിയ ആള് തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. സൂപ്പർ. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത ഒരു ഇതുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. ഞങ്ങൾക്ക് എല്ലാവരും നല്ല പ്രോത്സാഹനം തരണം.